മന്ത്രി പി രാജീവ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, അത്യസാധാരണമായ സംഭവമാണ് ഉണ്ടായത്. ആ സംഭവത്തിനൊടുവിൽ സഭ പിരിയുന്നു. ഇതിനകത്തൊരു അജണ്ട ഉണ്ടെന്നാണ് ഭരണപക്ഷത്തിന്റെ, അതല്ലെങ്കിൽ ഇപ്പോൾ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നി? അത്യസാധാരണമായ സംഭവം. കേരള നിയമസഭയിലോ പാർലമെന്റിലോ ഏതെങ്കിലും നിയമസഭയിലോ തങ്ങൾ കൊണ്ടുവരുന്ന വളരെ അടിയന്തര പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മണിക്കൂറുകൾ ഒരു സഭ അനുവദിക്കുമ്പോൾ അത് ചർച്ചയ്ക്കേ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അലങ്കോലം ഉണ്ടാക്കിയ ആദ്യത്തെ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണത്. അതെന്താ കാര്യം? സാമുദായികവും പ്രാദേശികവുമായി വിഭജനം സൃഷ്ടിച്ച് തങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങൾ, സങ്കുചിതമായ രാഷ്ട്രീയ മോഹങ്ങൾ, അതിനു വേണ്ടിയുള്ളൊരു പരിസരം ഒരുക്കി വരികയായിരുന്നു. ആ പുകമറകളാകെ ചർച്ച ചെയ്യപ്പെട്ടാൽ തകർന്നെറിയപ്പെടും, തുറന്നു കാട്ടപ്പെടും. അത് തുറന്നു കാട്ടപ്പെടരുത്. ഈ അഭ്യൂഹങ്ങൾ നിലനിൽക്കണം. അത് അവരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള അജണ്ടയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അത് കേരളീയ ജനത തിരിച്ചറിയും. ഒരു പ്രശ്നം, പല ചോദ്യങ്ങൾ ഇതുവരെ ഉന്നയിക്കപ്പെട്ടത്, എല്ലാ ചോദ്യങ്ങളും ശക്തമായി ഉന്നയിക്കാൻ അത് നാടാകെ കാണുമല്ലോ, ഉന്നയിക്കേണ്ട അവസരമായിരുന്നു. ആ അവസരം ഇല്ലാതാക്കിയത് ഉത്തരങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, സത്യത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. ഞങ്ങൾ തെറ്റായ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെന്ന് നിയമസഭയിലൂടെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. അപ്പൊ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ചർച്ചയ്ക്കെടുത്തപ്പോൾ നോട്ടീസ് നൽകിയവർ വിട്ടില്ലായി. അതിനകത്തൊരു കാര്യം കൂടി, ഇതിനകത്ത് വളരെ അസ്വാഭാവികമായ മറ്റു ചില കാര്യങ്ങളുണ്ടായി. ഡയസിലേക്ക് മാത്യു കുഴൽനാടൻ വരുന്നു. അത് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് അനുമതി നൽകിയതിനു ശേഷം അൻവർ സാദത്ത് വരുന്നു. സ്പീക്കറുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നു. നടപടി ഉണ്ടാകേണ്ട കാര്യമില്ല. അതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞത്, എപ്പോഴാണ് ഇവർ ബഹളത്തിലേക്ക് വരുന്നത്? ബഹളത്തിലേക്ക് വരുന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമാണ്. ആദ്യത്തെ ചോദ്യം നോക്കിക്കോ. ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ആ ചോദ്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഉപചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അതിന്ന് ഒളിച്ചോടി, അടിയന്തര പ്രമേയത്തിന് ഒളിച്ചോടി. ഒരു വശത്ത് ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം വേണമെന്ന് പറഞ്ഞു. ഇത്രയും കാപഡ്യമല്ലേ കാണിച്ചത്? അത് തുറന്നു കാട്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഏതായാലും മന്ത്രി പി രാജീവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ കാപഡ്യം തുറന്നു കാണിച്ചപ്പെട്ടു. ആ ചർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഭയം